ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു 11 മണി 12 മണിയായി. അതെൻ്റെ തെറ്റല്ലല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട്. കാരണം ഇന്നലെ ഇവിടെ ഒരു പിസ്സ പാർട്ടി ആയിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ക്യാൻ സീ ദാറ്റ്. ദെൻ പിന്നെ റൂമൊക്കെ വൃത്തിയാണ്, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും നടിച്ചു വാരണം. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടോ ഗൈസ്? ഇന്ന് ഇച്ചിരി വെയിൽ കുറവാണ്, ഇന്ന് ഇച്ചിരി ചൂടും കുറവാണ്, എന്നാലും വെയിലുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പാത്രം. ഇത് കഴുകണം, ഇതൊക്കെ എടുത്ത് വെക്കണം, എന്തെല്ലാം കാര്യങ്ങൾ. ഇത് പിസ്സ ബോക്സ് ഒക്കെ കൊണ്ട് കളയണം, വെള്ളം കുടിക്കണം. പിന്നാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇന്നലെ എനിക്ക് ഒരു ഗസ്റ്റ് വന്നപ്പോൾ തന്നൊരു വാട്ടർ ബോട്ടിലാണ്. എനിക്ക് ഇതിൻ്റെ ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് ഈ കളറ്, അടിപൊളിയുണ്ട്. സോ ഇനിയിപ്പോൾ ഇന്ന് ഇതിലാണ് ഞാൻ വെള്ളം കുടിക്കല്. അപ്പം നമുക്ക് ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാം. സോ ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഓൾറെഡി എന്തിട്ടാണ് ഇത് കഴുകി വെച്ചാണ്. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാ മതി. ഇതൊക്കെ ഇന്നലെ അവര് തന്നെ കഴുകിട്ടോ. പാവം പാർട്ടിക്ക് വന്നിട്ട് അവരെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചു ഗൈസ്, പണിയെടുപ്പിച്ചു. ഇതിന്റെ റൈസ് കുക്കറിന്റെ ഇതാണ്. എടുത്ത് ഇവിടെ വെക്കാം. പിന്നെ കുറെ സ്പൂൺസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതൊക്കെ നമുക്ക് അതാത് സ്ഥലങ്ങളിൽ എടുത്ത് വെക്കാം. ഓക്കെ, ഐ എം വെരി ഹംഗ്രി ഗൈസ്. അപ്പം സോറി, എന്നെ കാണുന്നില്ലല്ലേ. വെരി വെരി മച്ച് ഹംഗ്രി. എന്താന്നറിയാവോ? എഴുന്നേറ്റ് വന്നപ്പോ 11 മണി 12 മണി ആയല്ലോ. അപ്പൊ ഇന്നലത്തെ പിസ്സയുടെ 2-3 കഷ്ണങ്ങൾ ഇരിപ്പുണ്ട്, അടുത്ത് കഴിക്കാം. എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ എന്റെ ഫോണ് മറ്റേ സ്റ്റാൻഡും കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ കൈ പിടിക്കണം, അല്ലെങ്കിൽ എവിടെങ്കിലും ചാരി വെക്കണം. നമ്മള് പാവങ്ങളൊക്കെയാ. ഞാൻ ഇപ്പോഴാണ് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത്. പിന്നെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചും ഗ്രഹിച്ചും വരുന്നതേ ഉള്ളൂ, ക്ഷമിക്കുക. അപ്പൊ ഞാൻ ഇവിടെ വെക്കുവാട്ടോ. ഐ ഡോണ്ട് ഹാവ് ടൈം. വിശക്കണു, അതാണ്. ഇന്നലെ നല്ല രസമായിരുന്നു, എല്ലാരും വന്നിട്ട് അടിച്ചു പൊളിച്ചു. ഇന്നലെ അപ്പൊ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് വർത്താനൊക്കെ പറഞ്ഞിരിക്കണമല്ലോ, അതിന്റെ ഒരു ഇത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനാല് ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കൊളീഗ്സ് ഒക്കെ കൂടുതലും നേപ്പാളീസും പിന്നെ ഫിലിപ്പിനോയാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല്, വെള്ളമായോ, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല്, ഒരു ഒരു എന്താണ് ഒരു ഒരു നൂഡിൽസ് ഇല്ലേ, നമ്മുടെ ഫ്രൈഡ് ആയിട്ടുള്ള നൂഡിൽസ് കൊണ്ട് ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്റെ ഒരു കൊളീഗ്. അപ്പൊ ഞങ്ങള് അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തത്. ഓൾമോസ്റ്റ് റെഡിയായി. ഇതിന്റെ ഓവന്റെ സാധനമാണ്. ഇന്നലെ ഒരു സാധനം ചൂടാക്കിയപ്പോ അതാണെങ്കിൽ പൊട്ടിപ്പോയിട്ട് ഫുള്ള് വെള്ളം ചീറ്റിയല്ല, വെള്ളം മൊത്തം ഇതിനകത്തായി. അപ്പൊ ആയതിനാൽ ഞാൻ കഴുകിയതാണ്. ബട്ട് എന്റെ ഓവന്റെ ഉള്ളിൽ ഇത്തിരി തെറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും ഒന്ന് തുടച്ചേക്കാം. ഒരു വീടൊക്കെ ആകുമ്പോ വൃത്തി മെനയൊക്കെ വേണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു അത്. എന്നിട്ട് വേണം എനിക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാൻ. നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ, ഇവളുടെ ഈ കഴുകലൊക്കെ നോക്കിക്കൊണ്ടിരിക്കലാണ് ഞങ്ങളുടെ പണി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് ഇത് കാണാതെ വേറെ ഒരു നിവൃത്തിയില്ല ഗൈസ്. യൂട്യൂബ് ചാനലൊക്കെ ആകുമ്പോ അങ്ങനല്ലേ. മോളെ done. Yeah, I just clean it.
ഞാൻ എൻ്റെ വീടിന്റെ ഹോം ടൂർ പിന്നെ ഇടാം കേട്ടോ. ഇപ്പം അത് ഇടാൻ പറ്റിയൊരു ഇതല്ല. അപ്പൊ ബൈ ദ വേ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോ ഓസ്ട്രേലിയയിലാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു 6 മാസമായി, 6 മാസം കഴിഞ്ഞു. ഇവിടെ ഞാന് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്നിപ്പം എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. അപ്പൊ ഓഫ് ഡേയിൽ എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, വലിയ പണിയൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകാൻ പോവാണ്. അപ്പൊ കഴുകണ്ടൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ അതൊക്കെ ഒന്ന് കഴുകി ഇവിടേക്ക് ഒന്ന് തുടയ്ക്കാം. ഞാൻ കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഞാനെല്ലാം കഴുകിയൊക്കെ വെച്ചു. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഐ ഡിഡ് മൈ കിച്ചൺ. അപ്പൊ ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടോണ്ട് എൻ്റെ ലഞ്ച് കഴിക്കാം. ഓക്കെ ഗായ്സ്, ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എനിവേയ്സ്, അപ്പോൾ എനിക്ക് വേസ്റ്റ് കളയാനുണ്ട്. അത് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേസ്റ്റ് ഡിസ്പോ വരെ പോവാണ്. റീസൈക്ലിംഗ് ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കളയാം, വലിയ കുഴപ്പമില്ല. അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് കളഞ്ഞേക്കാം. സോറി, ഇത് കണ്ടോ, ഇവിടെ കുറച്ച് വേസ്റ്റ് ഇരിക്കണം, കാർഡ്ബോർഡ്സ്. അപ്പോൾ ഇതും കൊണ്ട് കളയാം. അപ്പോൾ അതും കൊണ്ട് കളഞ്ഞേക്കാം. എന്തൊരു വെയിലാണമ്മോ, ഈ വെയിലത്ത് വേണം ഞാൻ പോയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട്. എൻ്റെ പിന്നെ ഭയങ്കര ചൂടാട്ടോ. ഞാൻ വിചാരിച്ചു ഇത്ര വെയിലില്ല, പക്ഷെ ഒടുക്കത്തെ വെയിലാ. ഇനിയിപ്പോൾ ഞാൻ കാറിലോട്ട് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരിക്കും. പുല്ലൊക്കെ കരിഞ്ഞു പോയി ഗൈസ്, നോക്ക്. ആക്ച്വലി ഞാൻ ഈ പുല്ലൊക്കെ വെട്ടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുക. തളർന്നു പോകണോ എൻ്റെ പൊന്നോ, എന്തൊരു ചൂടാണേ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണി വരെ ഉള്ളൂ അവിടെ. 4 മണി വരെ ഉള്ളപ്പോൾ ഇപ്പം പോയിട്ട് കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. പിന്നെ ഇവിടെ ഇനിയിപ്പം നേരം ഇരുട്ടണമെങ്കിൽ ഒരു 9 മണിയൊക്കെ ആവണം. സോ മൈ ഗോഡ്, ടു മച്ച് ഹോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഉണക്കാം. ചൂട് ചൂട് ചൂടേ.
ഇതാണ് റീസൈക്ലിംഗ് ഫെസിലിറ്റി. ഓക്കെ ഗൈസ്, ഞാൻ റീസൈക്ലിങ്ങിൻ്റെ അവിടെ വന്നേക്കുവാണേ. വേസ്റ്റ് കളയാൻ കണ്ടോ. എൻ്റെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട്. കാർബോർഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവിടെ കൊണ്ട് കളയാം. അടുത്തുള്ള കാർബോർഡ്സ് നമുക്ക് അവിടെ കൊണ്ടിടാം. ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഇതുണ്ട്, ഇതിൽ നമുക്കിടാം ഓരോ ഇതായിട്ട്. സോഫ്റ്റ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. വി ക്യാൻ ജസ്റ്റ് പുട്ട് ദെയർ. ഇവിടെ നമ്മൾ ചാർക്കോൾ ഇടാം. ഇവിടെ കുറേ പണിക്കാരുണ്ട് കേട്ടോ. എനിക്ക് അറിയത്തില്ല എവിടെ ഇങ്ങനെ ക്യാമറ യൂസ് ചെയ്യാമോ എന്ന്, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാത്തേ. ഇതുണ്ട്, ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ലൈക്ക് ഓരോ, അതായത് ഇപ്പോൾ കാർബോർഡ് അല്ലെങ്കിൽ ജനറലായിട്ടുള്ള വേസ്റ്റ് ഇടാൻ അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ വന്നിട്ട് ഇവിടെ ഇടാൻ പറ്റും. കവറയിൽ തന്നെയാണ്. ഇവിടെ കവറയിലുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കാർബോർഡ് ഒന്നും ഇടുന്നതിന് പൈസയൊന്നുമില്ല. പക്ഷേ നമ്മളല്ലാത്ത വേസ്റ്റ് ഇല്ലേ, അതായത് വേറെ അല്ലാത്ത, അതായത് റീസൈക്ലിംഗ് അല്ലാത്ത വേസ്റ്റുകളൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. സോ ഞാനെപ്പോഴും ഇവിടെ റീസൈക്ലിംഗ് ആയിട്ടുള്ളത് കൊണ്ടുവരാറുള്ളൂ. പൈസ കൊടുത്തുള്ള പരിപാടി ഞാൻ ചെയ്യാറില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. ഭയങ്കര ചൂടാണ് ഇവിടെ, ഒട്ടും ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. പാവം ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണോ പണിയെടുക്കുന്നത് ഈ ചൂടത്ത്, സമ്മതിക്കണം. മൈ ഹോം. എനിക്കിനി ഇത് താങ്ങാൻ പറ്റൂല ഈ ചൂട്. ഓക്കെ സോ ടയേർഡ്. കണ്ടോ, കുറച്ച് നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, വെള്ളം കുടിച്ചതിൻ്റെ കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ടയേർഡായി. കാരണം അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, ഞാനിനി ഒരു പണിയും ചെയ്യുന്നില്ല. എനിക്ക് മൂവി ടൈമാണ്. ഞാനപ്പോൾ എൻ്റെ ലാപ്പിൽ മൈ ലാപ്പ് സ്ട്രേഞ്ചർ തിങ് കാണട്ടെ. കുറച്ച് നേരം അത് കണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം കാറ് വാഷ് ചെയ്യാൻ പോകാനുണ്ട്. കാറ് ഫുള്ള് ഡേർട്ടിയാണ്. കാറ് വാഷ് ചെയ്യണം. പിന്നെ കാറ് വാഷ് ചെയ്യണം, പിന്നെന്താ, കുളിക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പണി. ഓക്കെ, ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല ഗൈസ്. സ്ട്രേഞ്ചർ തിങ് കണ്ടില്ല. ഞാനിപ്പോൾ കെട്ടിയവനെ വിളിച്ചിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൊളീഗിനെ വിളിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ സമയം ഇവിടെ 3:30 അപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. ഞാൻ വർക്ക് നിർത്തുന്നു, എനിക്കൊരു NDAസിൻ്റെ ഒരു സംഭവം അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ നോക്കി. അപ്പം ഞാനിരുന്ന് ഇനി സിനിമ കാണാൻ പോവാം. കുറച്ച് നേരം കാണാം. എനിക്ക് കുളിക്കണം, ഭയങ്കര ചൂടായിപ്പോൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ല, കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യം. ഓക്കെ, ാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കഴുകാൻ പോകണം, കുളിക്കണം, 2 കാര്യം ചെയ്യണം, കുക്ക് ചെയ്യണം. അതിന് പറയാത്ത കാര്യമാണല്ലോ. ഹലോ ഗൈസ്, കുറച്ച് നേരം അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കണ്ട് ഞാൻ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കണം. കുളിക്കുന്നതിന് മുന്നേ തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ തലമുടീൻ്റെ ഇവിടെയൊക്കെ നല്ലതായിട്ട് നരയായി. കാണുന്നുണ്ടോ ഗൈസ്? കണ്ടോ, നല്ല നരയായിട്ടുണ്ട്. അത് ഞാനൊരു 7ാം ക്ലാസ് പഠിക്കണ സമയം മുതലേ എനിക്ക് എൻ്റെ തലമുടി നരയ്ക്കാൻ തുടങ്ങിയതാണേ. അപ്പോൾ ഇപ്പോൾ തലമുടിയാണെങ്കിൽ നല്ല ഉരിച്ചാണ്. എൻ്റെ ഒരു കേളി ടൈപ്പ് ഹെയർ ആണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡില്ല കേട്ടോ, ഫോണിൻ്റെ സ്റ്റാൻഡില്ല. അതാട്ടോ ഞാൻ ഈ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ചെയ്യണത്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും സംഭവം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എനിക്കിങ്ങനെ ഈ തലയിൽ ആ സംഭവം ചെയ്യണം. അത് ചെയ്തിട്ട് എനിക്ക് കുളിക്കണം. കുളിച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് താന്ന് കുറച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിരിക്കും. അപ്പം എനിക്ക് പുറത്തു പോകാമല്ലോ. എൻ്റെ മുടിയാണെങ്കിൽ ഇപ്പം ഞാൻ ചീകി കഴിഞ്ഞിട്ട് എൻ്റെ മുടിയാണെങ്കിൽ എൻ്റെ ഊരിയിട്ട് പകുതിൻ്റെ പകുതിയായി എൻ്റെ മുടി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അറിയാവുന്നവർക്കാണ് മനസ്സിലാവും. എൻ്റെ മുടി പകുതിൻ്റെ പകുതിയായി. കണ്ടോ, ഭയങ്കരമായിട്ട് ഊരി, ഭയങ്കരമായിട്ട്.
എന്നിട്ടും എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രിസ്സാണ് എൻ്റെ മുടി. എത്ര ഓയിൽ തേച്ചാലും ഞാൻ എന്നും തല കഴുകും, ഓയിലും പുരട്ട് 2 ദിവസം കൂടിയിരിക്കുമ്പോൾ തലമുടി വാഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഭയങ്കര ഫ്രിസ്സാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഊരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എത്ര ഊരിയിട്ടുണ്ടെന്ന് കേട്ടോ. ഒരു മിനിറ്റ്. എൻ്റെ മുടി ഇപ്പം ഞാൻ ചീകിയപ്പോൾ ഊരി കിടക്കണതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കൊണ്ട് കളഞ്ഞു കേട്ടോ. എൻ്റെ ഒരു സൈഡിൽ, അതായത് ഒരു സൈഡ് ഞാൻ മുടി ചീകിയപ്പോൾ ഊരി കിടക്കണതാണ് ഈ കാണുന്നത്. എനിക്ക് ഓൾറെഡി PCOD ഉണ്ട്, അതിൻ്റെ ആകാം. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എണ്ണയൊക്കെ തേച്ചു, കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ പുരട്ടി. കാരണം ഇതിൻ്റെ ഫ്രിസ്നെസ് എന്ത് ചെയ്താൽ മാറണില്ല. എന്നിട്ട് ഇനി ഞാൻ ഷാമ്പു ചെയ്യണം എന്തായാലും. അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്ത് എന്തായാലും ഇതൊന്ന് റെഡി ആക്കണം, അല്ലെങ്കിൽ മുടി ഒന്നും ഇല്ലാണ്ടാവും. കണക്കാണെങ്കിൽ 6 മാസമായിട്ട് കൊഴിഞ്ഞു പോയി. ഇപ്പം പകുതിയായി. ഇനിയും പോയി കഴിഞ്ഞാൽ ഒട്ടും ഉള്ളില്ലാണ്ടായിപ്പോ. ഓക്കെ, ഇറ്റ്സ് എ സ്ക്രബ് ഗൈസ്. അയ്യേ, ഇത് ഞാനിപ്പോ എൻ്റെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തതാ. ഈ കാണുന്നത് പഞ്ചസാരയും ലെമണും കോഫിയും. മുഖം മൊത്തം ഒരു തരിതരി പോലെയായിരുന്നു. ഒത്തിരി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോത്തൊന്നുമില്ല. അപ്പം ഇതൊക്കെ എൻ്റെ പരിപാടി ഗൈസ്. അപ്പം മുഖം കഴുകി കഴിഞ്ഞപ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും. കുറച്ചൊക്കെ വൃത്തിയായിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരു കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ ഒരു ഇത് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസ് വൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേൻ അപ്ലൈ ചെയ്യാൻ പോകണം. തേന് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഗുഡ് ടു ഹീൽ വൂൺസ്. അപ്പം എനിക്ക് ആക്നി വൂൺസ് ഉണ്ട് ഓൾറെഡി, കണ്ടോ. സോ അപ്പം ഞാൻ കുറച്ച് ഹണി പുരട്ടാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നോക്കൂ ഗൈസ്, ഞാൻ ദേ ഹണിയൊക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. You can see this. കുറച്ച് നേരം വെക്കാം മുഖത്ത്. അപ്പം ഇതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് കഴിക്കാനുള്ള രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഞാൻ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. വേറൊന്നുമല്ല, എൻ്റെ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള പ്രോൺസ് ഇരിപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ അപ്പോൾ പ്രോൺ. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് കുക്ക്ഡ് ആയിരുന്നേ, അല്ല ഫുള്ളി കുക്ക്ഡ് ആയിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ചുമ്മാ ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്തു, അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ എൻ്റെ ഗെയ്സ് മുഖത്തെ തേനൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ പോയി കുളിക്കാം. അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ കാണണം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ നോക്കിക്കോ. ടൈം. അതായത് ഞാൻ എൻ്റെ കിച്ചണിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂസാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നോക്ക് ഗൈസ്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം ഈ പ്രകൃതി ഒന്ന് ആസ്വദിക്കാൻ. അങ്ങനെ ഗൈസ് ഞാൻ കുളിച്ചു. തല ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ. ഞാനിപ്പോഴാണ് ഓർത്തേ ഗൈസ്, എനിക്ക് മാൻഡേറ്ററി ആയിട്ട് 2 ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട്, ജോബിൻ്റെ ഭാഗമായിട്ട്. എൻ്റെ ഡ്യൂ ഡേറ്റ് ഒരു ദിവസം കൂടെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്തായാലും. അപ്പം ഞാൻ ഇനി ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ വണ്ടി കഴുകണമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ എന്തായാലും ഞാൻ ഇന്ന് കഴുകാൻ പോണില്ല. പക്ഷെ വണ്ടീൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്യും ജസ്റ്റ്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നാളെ കഴുകാം. ഓക്കെ, എന്തായാലും ഞാൻ കുളിച്ചല്ലോ. ഇനിയിപ്പോൾ ഞാൻ വണ്ടി കഴുകാൻ പോയി വെറുതെ നനയാൻ നിൽക്കണ്ട. ഓക്കെ, സോ അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ഇനിയും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഫുഡ് കഴിക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ദെൻ സ്ട്രേഞ്ചർ തിങ്സ് ബാക്കി കാണുക, കിടന്നുറങ്ങുക. ദാറ്റ്സ് ഇറ്റ്. സോ ഹാപ്പി. കുളിയെല്ലാം കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ കാറിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, പൊടി. അതായത് കുറേ എന്ന് വെച്ചാൽ ഒത്തിരി അല്ല, കുറച്ച് സാധനങ്ങൾ. എൻ്റെ മറ്റേ കുപ്പി,
കുറച്ച് പൊടികൾ, എൻ്റെ മറ്റേ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന, ഗ്രോസറി വാങ്ങുന്ന ബാഗ്. അപ്പം ബാഗൊക്കെ ഞാനെടുത്തു ഡിക്കിക്കുള്ളിൽ വെച്ചു. കാരണം അത് എപ്പോഴും വേണമല്ലോ, ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം ബാഗ് എപ്പോഴും വേണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. പിന്നെ കാറിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടികളൊക്കെ തട്ടിക്കുടഞ്ഞ് കളഞ്ഞു. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടായിരുന്നു. ഞാൻ എന്തോ ഡ്രിങ്ക്സ് മേടിച്ച് കുടിച്ച പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളയാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ എൻ്റെ സ്ട്രേഞ്ചർ തിങ്സ് കാണാൻ പോവാണ് കേട്ടോ. അതെല്ലാം കണ്ടിട്ട് ലേറ്റായിട്ടേ കിടക്കത്തുള്ളൂ ഇന്ന്. നാളെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. ഓക്കേ, സീ യു, ബൈ.